ലാൽ സലാം കേരള ബോക്സ് ഓഫീസിനെ ഞെട്ടിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഡയസ് ഇറയുടെ വരവ്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്യുന്ന പ്രണവ് മോഹൻലാലും ജിബിൻ ഗോപിനാഥിനും സ്വാതിദാസുമൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്ന ഈ ഒരു ചിത്രം ഇന്ന് പ്രീമിയർ ഷോയോടുകൂടി തന്നെ തുടങ്ങുകയാണ്. സിനിമയുടെ റിലീസ് നാളെ ആണ്. അതിന് മുന്നോടിയായി കുറച്ച് വിശേഷങ്ങളുണ്ട്. അതിന് മുന്നോടിയായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. നിങ്ങളുടെ കട്ട സപ്പോർട്ട് വലിയ രീതിയിൽ കുറവാണ്. ഒരു വീഡിയോയ്ക്ക് അല്ലെങ്കിൽ ഒരു ചെയ്യുന്ന ഒരു പ്രവൃത്തിക്ക് ഒരു 10,000 പേരെങ്കിലും കാണുകയും ഒരു 1000 പേരെങ്കിലും ലൈക്ക് ചെയ്താലേ നമുക്ക് തുടർന്ന് പോകാനൊരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അതൊക്കെ പറഞ്ഞു നിർത്തിക്കൊണ്ട് പറയാം, ഇവിടെ നമുക്ക് 149 ഷോകളാണ് ട്രാക്കിങ്ങിലൂടെ ഇതുവരെ കണ്ടിരിക്കുന്നത്. 32,000 അല്ലെങ്കിൽ 32,500 ടിക്കറ്റുകൾ ഇതിനോടകം വിറ്റുപോയിരിക്കുന്നു. ഒക്യുപ്പൻസി ആയിട്ട് സിനിമയുടെ വന്നിരിക്കുന്നത് 62%. അതുപോലെ തന്നെ 4 ഹൗസ്ഫുൾ ഷോകളും 11 ഓൾമോസ്റ്റ് ഹൗസ്ഫുൾ ഷോകളും 58 ഫാസ്റ്റ് ഫിലിം ഷോകളുമൊക്കെയാണ് സിനിമയ്ക്ക് വന്നിരിക്കുന്നത്. ഗ്രോസ് ആയിട്ട് 56,73,000 രൂപയോളമാണ് സിനിമയുടെ വന്നിരിക്കുന്നത്. ഇനി സിനിമയുടെ പ്രീമിയർ സെയിലിലൂടെ മാത്രം വന്നിരിക്കുന്ന കണക്കുകൾ പറയുകയാണെങ്കിൽ 60 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. മൊത്തത്തിൽ സിനിമയ്ക്ക് ഇതുവരെ 1,10,00,000 രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ വന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. പ്രണവ് മോഹൻലാലിൻ്റെ ഗംഭീര പെർഫോമൻസ് തന്നെയാണ് നമ്മൾ ഇതിനകത്തിൽ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ വൈനോട്ട് സ്റ്റുഡിയോസിൻ്റെ ബാനറിൽ വരുന്ന ഈ ഒരു സിനിമ ഇതിന് മുമ്പ് ഇറങ്ങിയ 2 ചിത്രങ്ങൾ പോലെ തന്നെ അതിഗംഭീരമായിരിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവും ഒരു മലയാളിക്കുമില്ല. കാരണം അത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ഭ്രമയോഗവും അതേപോലെ തന്നെ ഭൂതകാലവും എന്നുള്ള ചിത്രങ്ങളും. എന്തായാലും ഡയസീറ വരുമ്പോൾ അതൊരു വ്യത്യസ്തമായ ഹൊറർ, എന്നും പേടിപ്പിക്കാൻ പേടിപ്പെടുത്താൻ ഒക്കെ ഇഷ്ടപ്പെടുന്ന മലയാളിക്ക് അതൊരു ദൃശ്യവിസ്മയത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ 153 മിനിറ്റുള്ള ഈ ഒരു ചിത്രം നാളെ മുതൽ തിയേറ്ററുകളിൽ പ്രകമ്പനം സൃഷ്ടിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ തന്നെ നമ്മൾ മുന്നോട്ട് പോകുന്നു. എന്താണേലും പ്രണവ് മോഹൻലാലിൻ്റെ അതിഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് അടുത്ത വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. മമ്മൂട്ടിക്കും മോഹൻലാലിനും മുകളിൽ ഒരു പക്ഷേ സംസ്ഥാന അവാർഡിന് മത്സരിക്കുന്ന വ്യക്തിയായിരിക്കും പ്രണവ് എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഈ ഒരു സിനിമ അതിഗംഭീര സക്സസ് ആകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇന്ന് രാത്രിയിൽ നമ്മൾ പ്രീമിയർ ഷോയിലേക്ക് പോകുന്നു. പിന്നീട് നമ്മൾ വരുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കണം എന്ന് പറയുന്നു. അവിടെ നിന്ന് നമുക്ക് സിനിമയുടെ റിവ്യൂവും കാര്യങ്ങളുമൊക്കെ ആയിട്ട് വരാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്യണം. ലാൽ സലാം.